ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളിക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തക്കാളിക്കറിക്ക് ആവശ്യമായിട്ടുള്ള 2 വലിയ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 1/4 ഭാഗം ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ഇതിനെയാണ് മെയിനായിട്ട് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്കൊരു അരപ്പുണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 1/2 ഭാഗം തക്കാളി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കശുവണ്ടി 8ഓ 10ഓ ആയാലും കുഴപ്പമൊന്നുമില്ല, അതും കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 10-15 മണി കുരുമുളക്. എരിവ് കുറവ് ആവശ്യമുള്ളവർ കുറച്ചെടുത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം തക്കാളിയുടെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കറിയുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു വലിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായി ചൂടായി പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതിട്ട് കൊടുക്കാം. 3 പച്ചമുളക് നടുക്കി കീറിയതിട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ സ്മെല്ലൊക്കെ മാറി നന്നായിട്ടൊന്ന് സോട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയൊരു സവോളയാണ് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട. ഈ ഒരു പിങ്കിഷ് കളറൊക്കെ ഒന്ന് മാറി കുറച്ച് നല്ല ട്രാൻസ്പെറൻ്റായി നന്നായിട്ടൊന്ന് വൈറ്റ് കളറായിട്ട് വന്നാൽ മതി. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാവും കേട്ടോ. നന്നായിട്ട് സവോളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ, മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് എരിവുള്ള മുളക് പൊടി നിറയെ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ കശ്മീരി ചില്ലിയാണ്, അതൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഏകദേശം ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ടാവും കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് പൊടി കരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി കിട്ടും. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് മസാല വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. പിന്നെ ബാക്കി നമ്മളുടെ അരപ്പൊക്കെ ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ തക്കാളി നന്നായിട്ട് വെന്തോളും. തക്കാളിക്ക് അധികം വേവൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ. നന്നായിട്ട് ഈ മസാലയൊക്കെ തക്കാളിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. നമ്മളിതൊരു ഉപ്പിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ചെറുതായിട്ട് തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. 2 മിനിറ്റ് മതിയാവും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഫ്ലെയിമും വെക്കണം. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം.
ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് വെന്ത് കുടയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. അപ്പോൾ ആ തക്കാളി തന്നെ ഒന്ന് മെയിനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിയ പീസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ നന്നായിട്ട് തക്കാളി വെന്തിട്ടുണ്ടാവും, അതിനെ പച്ച കടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതിൽ കുറച്ച് ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി അരപ്പുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, കാരണം നമ്മുടെ ഈ തേങ്ങ അണ്ടിപ്പരിപ്പൊക്കെ പിരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചിട്ടെടുക്കാനായിട്ട്. നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. തിള വന്നു തുടങ്ങിയിട്ട് തിളച്ച് കുറുകി നല്ലൊരു കളറായിട്ട് വരും. ഈ കറി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴുത്ത തക്കാളി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയൊന്നും മുന്നിട്ട് നിൽക്കും, അപ്പോൾ അത് ടേസ്റ്റ് കുറയും. എൻ്റെ തക്കാളി പറഞ്ഞ പോലെ കുറച്ച് പഴുപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ല പഴുത്ത തക്കാളി എടുത്ത് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് തിളച്ച് നന്നായിട്ട് ചാറൊക്കെ കുറുകി ഏകദേശം നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് ആ ഒരു തക്കാളിയുടെയൊക്കെ ആ ഒരു പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്നിലേക്ക് നിൽക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി കറിയൊക്കെ നല്ല രുചി ഉണ്ടാവും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ്, 1/2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ തക്കാളി കറി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ചോറിനായാലും ചപ്പാത്തിക്കായാലും ദോശയ്ക്കും അതുപോലെ പൊറോട്ടയ്ക്ക് ഗ്രേവിക്കായാലും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനായാലും ചപ്പാത്തിക്കായാലും വളരെ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് ഗ്രേവിക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.